മലപ്പുറം ഊർങ്ങാട്ടിരിയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ മയക്കുവെടി വയ്ക്കും. മയക്കുവെടി വയ്ക്കാൻ അനുമതി തേടി ഡിഎഫ്ഒ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് കത്തയച്ചു. വയനാട്ടിൽ നിന്നുള്ള വിദഗ്ധ സംഘം കൂരങ്കലിലെത്തും. ആനയെ കിണറിനുള്ളിൽ വെച്ച് തന്നെ മയക്കുവെടി വെക്കണമെന്ന് നാട്ടുകാർ പറയുന്നു. ആനയെ മറ്റൊരിടത്തേക്ക് മാറ്റാനുള്ള എല്ലാ ശ്രമവും ഉണ്ടാവുമെന്നും ഡിഎഫ്ഒ പി കാർത്തിക് പറഞ്ഞു. കൃഷിയുടെ ഭൂമി കൂടെ മാത്രമേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിനിഞ്ഞാന്ന് ഞങ്ങൾ രാത്രി ഓടിച്ച് കുറച്ച് കയറ്റിയതാ. നിങ്ങൾ ഇന്നലെ രാത്രി 10 മണിയായപ്പോ അവിടെ തന്നെ വന്നു. കിണറ്റിൽ വീണ കാട്ടാനയെ കിണറ്റിൽ തന്നെ മണ്ണിട്ട് മൂടണമെന്ന് PV അൻവർ. കേരളം തുറന്നിട്ട മൃഗശാലയായി മാറി. ജനവാസ മേഖലയിൽ വനംവകുപ്പ് ആനയെ മേയാൻ വിടുന്നു. കേരളത്തിലെ വനംവകുപ്പ് ഓഫീസുകൾ പ്രവർത്തിക്കാൻ ജനങ്ങൾ അനുവദിക്കരുതെന്നും അൻവർ പറഞ്ഞു. കേരളം മൊത്തത്തിൽ ഒരു തുറന്നിട്ട എന്താ പറയാ മൃഗശാലയായിക്കൊണ്ടിരിക്കുന്നു. കേരളം ദൈവത്തിന്റെ സ്വന്തം നാട്, മൃഗങ്ങളുടെ സ്വന്തം നാടായി മാറുന്ന അവസ്ഥയുടെ ഏറ്റവും അവസാനത്തെ തെളിവാണിത്. ഈ ജനവാസ കേന്ദ്രങ്ങളിൽ ഈ ആനകളെ മേയാൻ വിടുകയാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. ആളുകളെ ചവിട്ടിക്കൊന്നാൽ അപ്പം കൊടുക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് നൽകിയ 5 ലക്ഷം ഉണ്ട്. അതിന് ചെക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഉദ്യോഗസ്ഥന്മാരൊക്കെ എത്തി എല്ലാ ട്രൗസർ ഇട്ട ഓഫീസർമാരും ട്രൗസർ ഇടാത്ത ഓഫീസർമാരും ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അത് ഒരു JCB കൊണ്ടും ഇത് കീറും, ആനയെ കയറ്റിവിടും. ആ രീതിയിൽ ഇനി ഈ പ്രദേശത്ത് ഇത് കയറ്റിവിടാൻ അനുവദിക്കില്ല. മനസ്സിലായില്ലേ? എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഇങ്ങനെ കിണറ്റിലും ഒക്കെ ചാടുന്ന ആന അവിടുന്ന് മണ്ണ് കൂട്ടി ആ കിണർ മൂടി ആനയെ കൊന്നുകളയണമെന്നാണ്. കൊന്നുകളയണം. വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ വെടിവെച്ച് കൊല്ലേണ്ടവനെ വെടിവെച്ച് കൊല്ലണം. മനുഷ്യർക്ക് ഇവിടെ ജീവിക്കണ്ടേ?